സിത്താര ചേച്ചി, കാണാൻ ശരിക്കും ഒരു തഞ്ചാവൂർ ബൊമ്മ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇരിക്കുന്നു. താങ്ക് യു ചേച്ചി. പാടിയത് വളരെ നല്ലതായിരുന്നു. താങ്ക് യു. എനിക്ക് ഒന്ന് രണ്ട് സംശയം തോന്നിയത് ആദ്യത്തെ ഹമ്മിങ് ഇല്ലേ, ഹമ്മിങ്ങിൻ്റെ രണ്ടാമത്തെ ഫ്രേസ്, അതിൻ്റെ നോട്ട്സ് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത്തെ ഫ്രേസ് സാ കഴിഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഇന്ന് പാടിയത് മോള് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അവിടെ എന്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ സ്ഥലത്ത്. പിന്നെ അവസാനം ഇത് വരുന്നൊരു ഓഷനില്ലേ, അതൊന്ന് പാടാം. ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് വന്നു. നേരത്തെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊന്ന് കാറ്റോട് കുഴലിൻ ആ നോട്ട് പദമാന്ന് വരണം. കാറ്റോട് കുഴലിൻ കുഴലിൻ അത് എല്ലാ സ്ഥലത്തും അതാണ്. കാറ്റോട് കുഴലിൻ കുഴലിൻ അതാണ് എല്ലാ സ്ഥലത്തും എന്നാണ് പാടിയത്. അല്ല മധ്യമത്തിലേക്ക് വരണം. പിന്നെ വേറെ സ്ഥലത്ത് വണ്ടാടും, പിന്നെ അതുകൊണ്ട് വണ്ടാടും പാദങ്ങൾ അവിടെയൊക്കെ ചെറുതായിട്ട് ശ്രുതി വളരെ പിച്ചിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഭാവങ്ങൾ വേണ്ട, ഭാവങ്ങൾ മതി തമിഴിൽ പറയുമ്പോൾ. നയനമാഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു വോയിസിന് ഒരു സ്ട്രെയിൻ തോന്നിയിരുന്നു, ഒരു കൺട്രോൾ പോകുന്ന പോലെ തോന്നി. പിന്നെ വേർ കൊണ്ട് പോകും ആ സംഗതിയൊക്കെ നല്ല മണിമണിയായിട്ട് വന്നു കേട്ടോ. വളരെ നല്ല രസമായിട്ട് പാടി. ആ കൂടെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു, നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. സിത്താരയിൽ നിന്ന് എത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വെരി ഗുഡ്, പവർഫുൾ വോയിസ്. താങ്ക് യു സർ. അവൾക്ക് നല്ല പവർഫുൾ വോയിസ് ആണ്. പിന്നെ ഒന്നാമത് ഏത് രാഗമാണിത് സർ? കീരവാണി. കീരവാണിയല്ല, സിംഹേന്ദ്ര മധ്യമം. സംശയം പറഞ്ഞു ആരോ ഒരാൾ, അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഇനി സംശയം ആരും പറയത്തില്ല കേട്ടോ. സിംഹേന്ദ്ര മധ്യമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ലാൻഡിങ് പോർഷൻസ് മോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ആവാൻ പറ്റും. യു ക്യാൻ ബി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഈ ലാൻഡിങ് ശ്രദ്ധിക്കുക. പിന്നെ ഹൈ ഒക്ടേവ് ഈസ് വെരി ഗുഡ്. ഹൈ ഒക്ടേവ് മോള് പഞ്ചമത്തിൽ ഇങ്ങനെ പാടില്ലേ, സരിഗ, അത് ആ പോർഷൻ മാത്രം ഒന്ന് പാടിയേ, ഒരു ശ്രുതി ഒന്ന് കൊടുക്കും. അത് കറക്റ്റായിട്ട് നേരത്തെ പാടി, ഇപ്പൊ തെറ്റിച്ചു. അല്ല അത് ഒന്നുകൂടെ പെർഫെക്റ്റ് ആണ്. അത് ഇപ്പൊ തെറ്റിക്കണുണ്ട്. ഓക്കെ, സാരമില്ല. ചില സ്ഥലങ്ങളിൽ പ്രൊണൗൺസിയേഷനിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് വരും എന്ന് പാടി, മലയാളത്തിൽ പറയുന്ന പോലെ വരും എന്ന്, അതേസമയം തന്നെ വേറൊരു സ്ഥലത്ത് വരും എന്ന് പാടി. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾ, തമിഴ് പ്രൊണൗൺസിയേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ചരണം ഫ്ലാറ്റ് ആയിരുന്നു ശരിക്കും. ചരണം ഇങ്ങനെയുള്ള പോർഷൻസാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. ആ സ്വരം ഒന്ന് പാടുക. പരിരിരി എന്ന് പറഞ്ഞിട്ടുള്ള സ്വരം ഉണ്ടല്ലോ. അടിച്ചു പറഞ്ഞത് അവിടെ പവർഫുൾ ആയിട്ട് പാടണം, ഫോഴ്സ്ഫുള്ളി പാടണം, എങ്കിലേ അത് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വരങ്ങളൊന്നും നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. അത് ആ ഫോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ പാടിയിട്ടില്ല, അതൊക്കെ സ്ലിപ്പായി വീണു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻസ് ഫോഴ്സ്ഫുള്ളി യു ഹാവ് ദാറ്റ് കപ്പാസിറ്റി ഉണ്ട് ആ വോയിസിൽ. യു ക്യാൻ ഡു. ഓക്കെ, വെരി ഗുഡ്. സിതാര, honestly പറഞ്ഞ, when I saw you for the first time, I thought സിതാര ആയിരിക്കും മിക്കവാറും compare for the show. And I'm quite surprised that you sing amazingly. Thank you, sir. And you know what, എനിക്ക് പ്രത്യേകിച്ചും തോന്നിയ കാര്യം, മോളുടെ വോയിസ് വളരെ, it's a unique blend of a knife's edge. Knife's edge when it goes through butter എങ്ങനെ ഇരിക്കും, സ്മൂത്ത്. അതുപോലെ വെരി വെരി ഷാർപ്പ് വോയിസ്, വെരി നൈസ്. താങ്ക് യു സർ.
And good pitching. Reasonably good pitching. And good feel. പ്രത്യേകിച്ചും ചില വാക്കുകളൊക്കെ നല്ല യു വർ ഫീലിംഗ് ഇറ്റ്. ദർ വാസ് സം ഒരു ചെറിയ പെയിനൊക്കെ കൊണ്ടുവന്നു അതിൻ്റെ അകത്ത്. ദാറ്റ് വാസ് വെരി നൈസ്. ആൻഡ് നൈസ് ഐഡൻറ്റിറ്റി ടു യുവർ വോയിസ്. താങ്ക് യു സർ. കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, ചേച്ചിയും ചേട്ടനും പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ഓൺ ദ ഹോൾ ഐ തിങ്ക് യു ആർ എ ഗുഡ് പാക്കേജ്. താങ്ക് യു സർ. സിത്താര, യെസ്. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവും ഇല്ലല്ലോ? അയ്യോ, പറഞ്ഞോളൂ. ഇറ്റ് വാസ് ടു ഗുഡ്. Thank ടു you. ഗുഡ്. ഐ മീൻ ശരിക്കും. സോ ഹാപ്പി? വെരി ഹാപ്പി. ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് മാർക്സ് എത്ര ഉണ്ടെന്ന് അറിയാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ജോർജ് ഏട്ടാ, ഔട്ട് ഓഫ് 30? 24. 24 ഔട്ട് ഓഫ് 30. ചിത്രേച്ചി 40-ല്? 35. 35 out of 40. Yeah, I am also 24. 24 out of 30. സിത്താര, സിത്താരയുടെ ഇളയരാജ ഹിറ്റ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 83. 83 മാർക്സ്.